അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ളൊരു റസൂൽ വന്നിരിക്കുന്നു. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ എന്നാണ് പറയുന്ന അർത്ഥം. അതിലിപ്പോൾ എന്തത്ര പ്രത്യേകത, കൗതുകം, പ്രസക്തി എന്നൊക്കെ ചിലർ ആലോചിക്കും. വളരെ ചുരുക്കി പറഞ്ഞാൽ റസൂലായി നിയോഗിക്കാൻ പറ്റിയ ഒരാൾ അന്ന് ലോകത്തുണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനത്തെ ഒരു പശ്ചാത്തലമായിട്ടും നിങ്ങളിൽ നിന്നുള്ള റസൂലിനെ നമ്മൾ അയച്ചു വന്നു. അറേബ്യയിൽ ജാഹിലിയത്ത് കൊടികുത്തി വാഴുകയായിരുന്നു അന്ന്. ഡാർക്ക് ഏജ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അന്ധകാര യുഗം. ഖുർആനിലും ആ പദം പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു സംസ്കാരവും മാന്യതയും മഹത്വവും ശ്രേഷ്ഠതയും ഒന്നുമില്ലാത്ത മനുഷ്യ മൃഗങ്ങളാണെന്ന് ജീവിച്ചിരുന്നതെന്നർത്ഥം. അവിടെയെന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തും അങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യ വാസമുണ്ടായിരുന്ന ഏതേതെല്ലാം പുരാതന സംസ്കാരങ്ങളുടെ ഭൂമികകളുണ്ടോ അവിടൊക്കെ ഇങ്ങനെയായിരുന്നു അവസ്ഥ. ഇന്ത്യയുടെ കാര്യം നമുക്കറിയാം, പറഞ്ഞിട്ടുണ്ടാവും. സാംസ്കാരികമായി വളരെ വളരെ അധപ്പതിച്ചൊരു മനുഷ്യ സമൂഹം. ചൈനയിലും അങ്ങനെ തന്നെയായിരുന്നു. മറ്റൊന്ന് ഈജിപ്താണ്, അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. ഫറോവമാരുടെ ഭരണമായിരുന്നല്ലോ അവിടെ. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ. മാത്രമല്ല, അങ്ങനെ ഒരു റസൂൽ എന്ന് പറഞ്ഞ ആൾ വരികയാണെങ്കിൽ ആളുകൾ ചോദിക്കുക, ഞങ്ങളുമായുള്ളൊരു മനുഷ്യനെ ഞങ്ങൾ പിൻപറ്റുക. അബശറുൻ യഹ്ദൂനന വഖാല അല്ലദീന കഫറു അബശറുൻ യഹ്ദൂനന. ഒരു മനുഷ്യനാണ് ഞങ്ങളെ മാർഗദർശനം ചെയ്യാൻ? ഞങ്ങളൊക്കെ മനുഷ്യന്മാരെ പിന്നെ ഞങ്ങളുമായൊരു ഒരാൾ വന്ന് ഞങ്ങളെ മാർഗദർശനം ചെയ്താൽ? ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഈ വിഷയം ചർച്ചാ വിധേയമായിട്ടുണ്ട്. റസൂൽ മനുഷ്യനായി വന്നാൽ അവർ പറയും, നീ ഞങ്ങളുമായുള്ളൊരു മനുഷ്യൻ തന്നെയല്ല. ആ ചോദ്യത്തിന് ഉത്തരമാകണമെങ്കിൽ മലക്കിനെ അയച്ചിട്ട് റസൂലാക്കണം. മലക്കിനെ അയച്ചാലോ മനുഷ്യന് കാണാൻ കഴിയില്ല. മലക്കുകൾ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇടയിലൊക്കെ കാണാൻ കഴിയില്ല. അപ്പം പിന്നെ അവർക്ക് കാണണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ കോലത്തിലാക്കണം മലക്കിനെ. അപ്പോൾ ഇവർ പറയും, ഞങ്ങളുമായുള്ള മനുഷ്യൻ തന്നെയുള്ളൂ അയാൾ, പിന്നെ എങ്ങനെ അയാളെ പിൻപറ്റുക? അത് അല്ലാഹു അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വലൗ ജഅൽനാഹു മലകൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസു. അയക്കപ്പെടുന്ന റസൂൽ ഒരു മലക്കാണെങ്കിൽ മനുഷ്യർക്ക് അവരെ കാണണമെങ്കിൽ, അദ്ദേഹവുമായി അഭിമുഖ സംഭാഷണങ്ങൾ നടത്തണമെങ്കിൽ ഒരു മനുഷ്യനാക്കണം, മനുഷ്യൻ്റെ കോലത്തിലാക്കണം, ഒരു ആണാക്കണം. വലൗ ജഅൽനാഹു മലകൻ ലജഅൽനാഹു റജുലൻ. അവരെ മാതിരി ഒരു ആണാക്കണം ഈ മലക്കിന്. അപ്പോഴോ വീണ്ടും പഴയ പ്രശ്നം വരും. വലലബസ്നാ അലൈഹിം മാ യൽബിസ്. അപ്പോൾ അങ്ങനെ റസൂലായി അയക്കപ്പെടാൻ പറ്റിയ ഒരൊറ്റ മനുഷ്യനും ജീവിച്ചിട്ടില്ലാതിരുന്ന ആ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല അയച്ചു. എന്നിട്ട് അന്ധകാരത്തിൽ വിലയിച്ചു കഴിഞ്ഞിരുന്ന ലോകത്തെ 2 പതിറ്റാണ്ട് കാലം കൊണ്ട് മാതൃകായോഗ്യമായ ഒരു സമൂഹമാക്കി അല്ലാഹു മാറ്റി.
23 കൊല്ലം മുത്തനബി ജീവിച്ചത്. അതിൽ ആദ്യത്തെ 3 കൊല്ലം രഹസ്യമായിട്ടാണ് ദീൻ ദഅവത്ത് ചെയ്തത്. 3 കൊല്ലം കഴിഞ്ഞാൽ 10 കൊല്ലം മക്കയിലും 10 കൊല്ലം മദീനയിലും. ഈ 20 കൊല്ലക്കാലം കൊണ്ട്, അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിനകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ജീവിച്ചു. എല്ലാ അമ്പിയാ മുസ്ലിങ്ങളും അങ്ങനെ തന്നെ, ജനങ്ങൾക്കിടയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചില്ലായിരുന്നു. എന്നിട്ട് അവരെ ഒക്കെ മാതൃകായോഗ്യരാക്കി, ഓരോരുത്തരെയും. എൻ്റെ സഹാബികൾ നക്ഷത്ര തുല്യരാണ്, അവരിൽ ഒരാളെ നിങ്ങൾ പിൻപറ്റിയോ അവൻ മാർഗദർശനം പ്രാപിച്ചു. ആരൊരാളെ പിൻപറ്റിയാൽ ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, ആരായാലും മതി. അത്രമാത്രം ഓരോ വ്യക്തിയും മാതൃകായോഗ്യനായി, ഓരോ വനിതയും മാതൃകായോഗ്യ ആയി എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും.